കൈപിടിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. വീട്ടുകാരൻ അകത്താണ്, വരണമെന്ന് പറഞ്ഞു ഞാൻ വരാം, പിന്നൊരു സമയത്ത് ചൊല്ലുന്നു, വീട്ടുകാർ പുറത്തില്ല. വീട്ടുകാരോട് സമ്മതം ചോദിക്കാതെ സലാം പറയാതെ അകത്തേക്ക് കടക്കരുതേ എന്ന് എത്ര വിശദമായിട്ടാണ് സൂറത്തുൻ നൂറിലൂടെ അള്ളാഹു പഠിപ്പിച്ചത്. എത്ര വ്യക്തമായിട്ടാണ് പഠിപ്പിച്ചത്. എന്നോട് സമ്മതം ചോദിച്ചു, ഞാൻ സമ്മതം കൊടുത്തു. നബിയേ, അങ്ങേക്ക് എന്തിന് സമ്മതം? വരൂ നബിയേ, വരൂ നബിയേ. നബി തങ്ങൾ വീട്ടിലേക്ക് വന്നു. ഫലം യജ്ലിസ്, നബി തങ്ങൾ വീട്ടിൽ ആദ്യം ഇരുന്നില്ല. നബി തങ്ങൾ എന്നോട് ചോദിച്ചു, ഐന തുഹിബ്ബു അൻ നുസല്ലിയ മിൻ ബൈതിക, യജമാനേ, നിങ്ങളുടെ ഈ വീട്ടില് ഏത് റൂമിലാണ് ഞാൻ പോയി നിസ്കരിച്ചു തരേണ്ടത് നിങ്ങൾക്ക് വേണ്ടി? ആ റൂം നിസ്കാര റൂമാക്കാനല്ലേ? ഞാൻ എവിടെയാണ് നിങ്ങൾക്ക് നിസ്കരിച്ചു തരേണ്ടത് യജമാനേ എന്നോട് ചോദിച്ചു. നബി ഇരിക്കും മുമ്പ് കണ്ണു കാണാത്ത ഞാൻ നബിയോട് എന്റെ വീടിന്റെ റൂം തപ്പിപ്പിടിച്ച്, ഇതാണ് നബിയെ, ഇത് ഈ റൂമിലാണ് ഞാൻ നിസ്കരിക്കാൻ ഇഷ്ടപ്പെടുന്നത്, ഈ റൂമാണ് എന്ന് പറഞ്ഞു. ഹാദൽ മകാനു യാ റസൂലല്ലാഹ്. ഫഖാമ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ നിന്നു. ഫകബ്ബറ, നബി തങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ഫസഫഫ്നാ, ഞാനും സിദ്ദീഖ് എന്നവരും നബിയുടെ പിന്നിൽ ജമാഅത്തായി ഹബീബിന്റെ പിന്നിൽ നിന്നു. ഫസല്ലാ റകഅതൈനി, 2 റകഅത്ത് നബി തങ്ങൾ നിസ്കരിച്ചു. തുമ്മ സല്ലമ, നബി തങ്ങൾ സലാം വീട്ടുകയും ചെയ്തു. ഈ റവാഹുൽ ബുഖാരി റഹിമഹുല്ലാഹ്, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണത്. നബി തങ്ങൾ എനിക്ക് വേണ്ടി നിസ്കരിച്ചു തന്നു. വജഅലൂ ബുയൂതകും ഖിബ്ലതൻ വഅഖീമുസ് സ്വലാഹ വബശ്ശിരിൽ മുഅ്മിനീൻ, നിങ്ങളുടെ വീടുകൾ നിസ്കാരം നിലനിർത്തുകയും നിങ്ങളുടെ വീടുകൾ ഖിബ്ലയാക്കണമെന്ന് ഈജിപ്തുകാരോട് മുഅ്മിനീങ്ങളോട് അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ടായല്ലോ. വഅഖീമുസ് സ്വലാഹ, ആ വീടുകളിൽ നിസ്കാരം നടക്കണം. വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്തയും അറിയിച്ചു കൊടുക്കുക. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ എന്താവാം? ഒരു നിസ്കരിക്കാനുള്ള വൃത്തിയുള്ള സ്ഥലം. അത് പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും വേണം. കുട്ടികളൊക്കെ കയറിയിറങ്ങി മുസല്ലിയിലൊക്കെ ഒരു നാറ്റം, നിസ്കാര കുപ്പായത്തിന് എന്തെന്നില്ലാത്തൊരു മണം, അങ്ങനെയൊന്നും ആവരുത്. നിസ്കരിക്കുന്ന സ്ഥലം നല്ല ശുദ്ധിയുള്ള. നമ്മുടെ നാട്ടിലൊക്കെ കാർപ്പറ്റ് തുടങ്ങിയിട്ടുണ്ട് പള്ളികളിലൊക്കെ. മാഷാ അല്ലാഹ്, നല്ല കാര്യം തന്നെയാണ്. ക്ലീൻ ആക്കണം. പൊതുടുത്ത് കയറി വരെ, കാല് നനഞ്ഞിട്ട് വരെ, ഒന്ന് വാക്യൂം ചെയ്യേണ്ട മെഷീനൊക്കെ അതിൻ്റെ ഒപ്പം ഒന്ന് വാങ്ങി വെക്കുക. പൊടി തട്ടിയെടുക്കാനേ. ഇത് സുജൂദ് കിടന്ന തുമ്മിയിട്ട് മനുഷ്യന്മാരെ കൊയങ്ങ, ഇമാമ് തല പൊക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ സുജൂദ് കിടക്കുമ്പം ശ്വാസം വിടാൻ പറ്റണില്ല, ആ നിലക്കുള്ള നാറ്റം, ആ കാർപ്പറ്റ് ഒന്ന് മാറ്റുക, അല്ലെങ്കിൽ ഒന്ന് വൃത്തിയാക്കുക. നിസ്കരിക്കുന്ന സ്ഥലം തോഹിറായി ശുദ്ധിയുള്ള നല്ല സ്ഥലമാവണ്ടേ, നല്ല വൃത്തി വേണ്ടേ? അതല്ലേ അള്ളാഹുവിന് ഇഷ്ടം. അപ്പൊ നമ്മുടെ നിസ്കാര റൂമുകളും അങ്ങനെയാവട്ടെ. അപ്പൊ നിസ്കാര റൂം, അവിടെ ഒരു മുസാഫ് വെച്ചു, മുസല്ലകളുണ്ട്, സുന്നത്ത് നിസ്കാരങ്ങൾ, പുരുഷന്മാർ അവിടെ തഹജ്ജുദ് അവിടെ നിസ്കരിക്കുന്നു, ഖിയാമുൽ ലൈൽ അവിടെ നിസ്കരിക്കുന്നു. എന്തൊരു അവിടെ ഒരു മുസാഫ് ഉണ്ടെന്ന് ഒന്ന് എടുത്ത് ഓതി നോക്കുന്നു. മാഷാ അല്ലാഹ്. പെണ്ണുങ്ങളുടെ റൂമിൽ നിന്ന് ഇരുട്ടുള്ള റൂമുകളിൽ അവർ നിസ്കരിക്കലാണ് അവർക്ക് ഏറ്റവും ഖൈറും ഉത്തമവും പ്രതിഫലവും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീടിനുള്ളിൽ നല്ല അടച്ചുറപ്പുള്ള റൂമായിട്ടൊരു മുസല്ലയുണ്ട്, അവിടെയും അവർക്ക് നിസ്കരിക്കാം, അതിനൊന്നും വിരോധമില്ല. പുരുഷന്മാർ പള്ളികളിൽ ജമാഅത്തായി നിസ്കരിക്കുന്നതോടൊപ്പം വീടുകളിൽ അവർ സുന്നത്ത് നിസ്കരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഇജ്അലൂ ഫീ ബുയൂതികും മിൻ സ്വലാത്തികും, നിങ്ങളുടെ നിസ്കാരങ്ങളിൽ നിന്ന് ചില നിസ്കാരങ്ങൾ നിങ്ങൾ വീട്ടിൽ നിർവഹിക്കുക. ഫർളല്ല, ഫർള് എന്ത് ചെയ്യണം? കഴിവുള്ള മുഴുവൻ ആളുകളും പള്ളികളിൽ ചെന്ന് ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കണം. എന്നാൽ വീടുകളിൽ നിങ്ങൾ ചില നിസ്കാരം നിർവഹിക്കണം. വലാ തത്തഖിദൂഹാ മഖാബിറ, അത് പള്ളിക്കാട് പോലെ നിങ്ങൾ ആക്കിക്കളയരുത്. ഇബാദത്ത് ചെയ്യപ്പെടാത്ത സ്ഥലമാണ് അവിടെ, അല്ലെങ്കിൽ അവിടെ നിസ്കാരം നടക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യരുത്? പള്ളിക്കാട് പോലെ വീടാക്കരുത്, അവിടെ നിസ്കരിക്കണമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വീടിനുള്ളിൽ നിസ്കരിക്കുകയാണ് നബി തങ്ങളും പ്രിയപ്പെട്ട ഭാര്യ മൈമൂന ബീവി റളിയല്ലാഹു അൻഹയും ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു അൻഹ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈമൂന ബീവി മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ്. അത് മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായിയാണ് മൈമൂന റളിയല്ലാഹു അൻഹ. ഇബ്നു അബ്ബാസ് എന്നവരുടെ അമ്മായിയാണ്. ഇബ്നു അബ്ബാസ് എന്ന ചെറിയ കുട്ടിയാ. നബി തങ്ങൾ വഫാത്താകുന്ന സമയം, തങ്ങൾക്ക് വഫാത്ത് സംഭവിക്കുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് 10 അല്ലെങ്കിൽ 11, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്.
അത്ര 10 വയസ്സൊക്കെ ആയിട്ടുള്ളൂ എന്നർത്ഥം. അത്രയേ ആയിട്ടുള്ളൂ, അത്രയും ചെറുപ്പം. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പ് നടന്നൊരു സംഭവമാണ്. മൈമൂന ബീവിയെ അമ്മായിയെ കാണാൻ വരുന്നു. അമ്മായിയെ കാണാൻ വരുമ്പോ ഒരു കുഞ്ഞ് എന്താണ് അമ്മായി എന്ന് പഠിക്കേണ്ടത്? അമ്മായിമാരുണ്ട് കല്യാണം കൊളാക്കാൻ. അമ്മായിയും ആങ്ങളും തമ്മിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും അല്ലേ? അമ്മായിനോട് കല്യാണത്തിന് വിളിച്ചിട്ടില്ലെങ്കിൽ അമ്മായി ആകെ ഉൽമാലാക്കും. അപ്പൊ അമ്മായിനെ കല്യാണത്തിന് വിളിക്കും അല്ലെ, സൽക്കാരത്തിന് വിളിക്കും. അമ്മായി എത്ര മോശക്കാര്, വായത്തര മോശമുള്ള കുറേ പെണ്ണുങ്ങളുണ്ട്. വർത്താനം പറഞ്ഞാൽ മനുഷ്യനെ വെറുപ്പിക്കുന്നതേ പറയുള്ളൂ. അങ്ങനെ ഉണ്ടാവും. അമ്മായിനെ കുടുങ്ങിയിട്ട് വിളിച്ചു. വിരുന്നേരൊക്കെ വന്നു. പുതിയാപ്പളുടെ കൂട്ടുകാരും പെണ്ണിൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ. വന്നിരിക്കുമ്പോൾ അമ്മായി ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അമ്മായി ഇരിക്കുക, എല്ലാവരും ചോറിക്കല്ലേ, ഞാൻ വയ്ക്കൂല. ആ മനുഷ്യന്മാർ അവിടെ ചെന്നിട്ട് കൊളാക്കാൻ, അതാണ് ഉദ്ദേശം. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ ഇങ്ങനെ വിളിച്ചു പറയാം, ഞാൻ അത് വരാൻ വിചാരിച്ച കല്യാണമല്ല, പിന്നെ നിർബന്ധിച്ചുകൊണ്ട് വന്നതാണ്. എന്നിട്ട് ആ മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവിടെ. അപ്പം ഇതിൽ പെണ്ണിൻ്റെ കൂട്ടുകാരുണ്ടാവും, ആണുങ്ങളെ കൂട്ടുകാരുണ്ടാവും. അവരൊക്കെ കഥ കേട്ട് ആ പെരക്കാരോട് വെറുപ്പും കൊണ്ട് തിരിച്ചു പോവുക. ഇപ്പം അമ്മായി ഇപ്പം എന്തിനാ വന്നത്? വരെയിരുന്നാൽ പോരായിരുന്നോ? ചോറട്ട വെച്ചിട്ടുമില്ല. ആ വന്നവരോടൊക്കെ എന്തോ പറഞ്ഞു വരുത്തിയിട്ട് എന്ത് ചെയ്തു, ആ സദസ്സനെ കൊളാക്കി. ഇങ്ങനത്തെ അമ്മായിമാരുണ്ടാവും. ഈ അമ്മായിമാരൊന്ന് കണ്ടു പഠിക്കല്ലേ. ഇബ്നു അബ്ബാസ് ഞങ്ങളുടെ ഒരു അമ്മായിൻ്റെ കഥ എപ്പം നമ്മൾ പറയാൻ പോണത് ഇൻഷാ അല്ലാഹ്. അതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്? അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരണം. അമ്മായിമാരൊന്നും ചൂടാണ്ട് എന്ത് ചെയ്യുക, നിങ്ങളെ പറ്റിയല്ല പറഞ്ഞു, ഏതോ നാട്ടിലെ അമ്മായിനെ പറ്റിയാണ്. ഇവിടെ ഒന്നും അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. പഴമള്ളൂരൊന്നുമില്ലല്ലോ. ഒരു പണിയില്ലെങ്കിൽ സമൂസയൊക്കെ ഉഷാറായി ഉണ്ടാക്കൂലേ, ഒരു പണി കൊടുത്താൽ മതി, അപ്പം പിന്നെ വർത്താനൊക്കെ നിന്നോളാം ഇൻഷാ അല്ലാഹ്. ഞാൻ ചോദിച്ചു, സമൂസയൊക്കെ ഉണ്ടാക്കണ നാടല്ലേ, ഇത് ആണുങ്ങളാണോ ഉണ്ടാക്കണല്ലോ, ഇവിടുത്തെ പെണ്ണുങ്ങൾ ഉണ്ടാക്കണ്ടോ? അല്ല, ആണുങ്ങൾ ഞങ്ങളൊക്കെ തന്നെയാണ്. പെണ്ണുങ്ങൾക്ക് കുറച്ച് പണി കൊടുക്കുന്ന എന്ത് ചെയ്യും, കുറേയേറെ അനാവശ്യമായ വർത്താനങ്ങളൊക്കെ നിൽക്കും. ഒരു അധ്വാനം ഉണ്ടാകുമ്പോഴും നല്ലതല്ലേ. അൽഹംദുലില്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്നാലും അധ്വാനിച്ച് ജീവിക്കുന്ന നാടാണ്, അത് വലിയ ഖൈർ തന്നെയാണ്. അൽഹംദുലില്ലാഹ്. സമൂസയൊന്നും ആൾക്കാരെ പറ്റിക്കണ കോലത്തിൽ ഉണ്ടാക്കരുത്, നല്ല വൃത്തിയിൽ നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, നല്ല കൂലി കിട്ടും ഇൻഷാ അല്ലാഹ്. അതിൽ ബർക്കത്തുണ്ടാവും. അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അമ്മായിയെ കാണാൻ വന്നു മൈമൂന ബീവിയെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ എന്ന മുത്തുനബിയുടെ കുടുംബക്കാരനും തങ്ങളുമായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് പള്ളി